പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതി കഴിഞ്ഞ ദിവസം അത്തപ്പൂക്കളം ഇട്ടിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് പടിക്കൽ യുവമോർച്ച പ്രവർത്തകർ അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട് കടന്നു വന്ന് നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും അവരുടെ സിന്ദൂരം മായ്ക്കണമെന്ന ബോധപൂർവമായ തീരുമാനമെടുത്ത് ഒരു കൂട്ടം മുസ്ലിം ഭീകരവാദികൾ അഴിഞ്ഞാടിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് ഈ നാട്ടിലെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരു മതവ്യത്യാസവുമില്ലാതെ മുഴുവൻ ഭാരതീയത്തിൻ്റെയും വികാരമായിരുന്നു. നമ്മുടെ നാട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ അഭിമാനകരമായി ഈ നാടിന് കാവൽ നിൽക്കുന്ന സൈനികർ ആ രാജ്യത്തേക്ക് കടന്നുപോയി പാകിസ്ഥാനിനുള്ളിൽ പോയി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് നമ്മുടെ സഹോദരിമാരെ അമ്മമാരെ സിന്ദൂരം മായ്ക്കാൻ തയ്യാറായവരെ കൊന്നു തള്ളി തിരിച്ചടി നൽകിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായ തീരുമാനമായിരുന്നില്ല. ഈ നാട് മുഴുവൻ ഒന്നടങ്കമെടുത്ത തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും അവസാനിക്കാതെ തുടരുന്ന ആത്മാഭിമാനത്തിൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന യുവാക്കൾ ഇന്നും ഈ നാട്ടിൽ ധാരാളമുണ്ട്. അവർ ഓരോ ആഘോഷങ്ങളിലും ഓരോ വിശേഷ ദിവസങ്ങളിലും അവർക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിലെല്ലാം അവർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വയ്ക്കും. അത് അത്തപ്പൂക്കളങ്ങളിലിടും, ഫ്ലെക്സുകളിൽ വയ്ക്കും, സോഷ്യൽ മീഡിയകളിൽ വയ്ക്കും, വീടിനുള്ളിൽ വയ്ക്കും, ഫോട്ടോകളായി വയ്ക്കും. എന്തും ഈ നാട്ടിലെ യുവാക്കളും ജനങ്ങളും ചെയ്യും. എന്നാൽ അതിനെ തടഞ്ഞു നിർത്തി ഉയർന്നു വരുന്ന ആ രാജ്യസ്നേഹത്തിൻ്റെ വികാരത്തെയെല്ലാം കേസെടുത്ത് അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുന്നത്. ശാസ്താംകോട്ടയിലെ ഒരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് സൈനികൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് അവർ അതിട്ടു. അവരുടെ ദേശസ്നേഹത്തിൻ്റെ പ്രകടമാക്കാൻ അവർ ഓണാഘോഷത്തെ ഉപയോഗിച്ചു. അത് സത്യമാണ്. ആ ഓണാഘോഷത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നിട്ടപ്പോൾ ശാസ്താംകോട്ടയിലെ സിനിമാ പറമ്പിലെ ചില തീവ്രവാദികൾക്ക് പിടിച്ചില്ല. അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇന്നും നമ്മൾ ഏറെ ചർച്ചയാക്കുന്ന, ഞങ്ങൾ പറയാൻ മടിച്ചു നിൽക്കുന്ന, മാധ്യമങ്ങൾ പോലും പറയാൻ മടിച്ചു നിൽക്കുന്ന പച്ച വെളിച്ചങ്ങൾക്കിന്നും വെളിച്ചമുള്ള ഇടമാണ് കേരള പോലീസ് എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചില ആളുകൾക്ക് പിടിച്ചില്ല. ശാസ്താംകോട്ടയിലെയും സിനിമാ പറമ്പിലെയും ചില ഭീകരവാദികൾ വന്ന് ഇതങ്ങ് മായ്ക്കണമെന്ന് പറയുമ്പോൾ പോലീസ് ഏമാന്മാർ അങ്ങ് ഇറങ്ങി വരികയാണ്. ഇതങ്ങ് മായ്ച്ചിട്ട് ഞങ്ങൾ പോകുമെന്ന് തീരുമാനിക്കുകയാണ്. അന്തസ്സും ആത്മാഭിമാനവും ഒരാളുടെ മുന്നിലും തല കുനിക്കില്ല എന്ന് ഒരു കൂട്ടം യുവാക്കൾ തീരുമാനിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ മാഞ്ഞില്ല. അതിൻ്റെ കാരണം എന്തെന്നറിയോ? ഈ നാടിനെതിരെ കടന്നു വന്ന ഭീകരവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ഈ നാടും രാജ്യവും തീരുമാനിച്ചപ്പോൾ തകർന്നു പോയതാണ് പാകിസ്ഥാൻ്റെ ഭീകരവാദികൾ. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. അത് ഏതെങ്കിലും ഒരു ഏറാമൂലികളുടെ വാക്കുകേട്ട് ഒരുത്തൻ വന്നങ്ങ് മായ്ക്കാൻ പറഞ്ഞാൽ മായ്ക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ നിങ്ങൾ മാച്ചില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് കേസെടുത്ത് മൂക്കിക്കയറ്റി കളയുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവരോട് ആ യുവമോർച്ചയ്ക്ക് പറയാനുണ്ട്, കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു യുവാവിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെക്കാൻ അത്തപ്പൂക്കളം ഇടാൻ സമ്മതിക്കില്ല എന്നും അത് ഇട്ടാൽ കേസെടുത്ത് മൂക്കിക്കയറ്റുമെന്ന് പറഞ്ഞ ഈ ആഭ്യന്തര വകുപ്പിനോട് യുവമോർച്ച പറയുകയാണ്, ഞങ്ങളിതാ നിങ്ങളുടെ മൂക്കിനു താഴെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി ഈ നാട്ടിലെ യുവാക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്കങ്ങനെ മൂക്കിക്കയറ്റണമെങ്കിൽ ആദ്യം ഞങ്ങളെ അങ്ങ് മൂക്കിക്കയറ്റിയിട്ട് പാവപ്പെട്ട പ്രവർത്തകരുടെ അടുത്ത് പോയാൽ മതി, യുവാക്കളുടെ അടുത്ത് പോയാൽ മതി എന്ന് യുവമോർച്ച പറയുകയാണ്. ഭീകരവാദികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് എടുക്കുന്നത്. ഈ ഒരു നിലപാടുമായി തുടർന്നു പോകുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് യുവമോർച്ച കടക്കുമെന്നാണ് പറയുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയാനുസ്, തിരുവനന്തപുരം.